ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത് നമ്മൾ കൊട്ടിയൂർ പോയ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നേ തന്നെ കാറിൽ എണ്ണ അടിക്കാൻ വേണ്ടി നമ്മൾ പമ്പിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ വണ്ടിയിൽ എയർ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ചെക്ക് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചി മഴയത്ത് നമുക്ക് എയറൊക്കെ അടിച്ച് തരാണ്. ആ സമയം കൊണ്ട് നമ്മൾ അടുത്ത് കണ്ട ചേട്ടൻ്റെ ചായക്കടയിൽ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ മഴയും കൊണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് മുകളിലൂടെ പ്ലെയിൻ പോകുന്നത് കണ്ട്. നല്ല മഴയും പ്ലെയിനും. ഇത് എയർ ഇന്ത്യയാണോ എന്നുള്ള സംശയത്തിൽ നമ്മളിങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറപ്പെട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് കൊടകര എത്തിയപ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഏകദേശം കോഴിക്കോട് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടോ. നമ്മളങ്ങനെ കോരിച്ചൊരിയുന്ന മഴയത്ത് കാറിൽ പാട്ടൊക്കെ വെച്ച് താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ. രാത്രി യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു വൈബ് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ താമരശ്ശേരി ചുരം കയറുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി നല്ല മഴയുണ്ട്, അതിനൊപ്പം തന്നെ നല്ല കോടയുണ്ട്. അങ്ങനെ നമ്മൾ വെളുപ്പിനെ ചുരം കയറി കഴിഞ്ഞ് ഒരു ചായ കുടിച്ച് വീണ്ടും വണ്ടി എടുത്തട്ടാ. അപ്പോൾ നമ്മൾ കൊട്ടിയൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇനി ഇവിടെ നിന്ന് ഒരു മണിക്കൂർ കൂടി യാത്രയുണ്ട് കൊട്ടിയൂരിലോട്ട്. അങ്ങനെ നമ്മൾ കൊട്ടിയൂർ പോകുന്ന വഴിക്ക് എത്തിയാട്ടാ. ഇത് കൊട്ടിയൂർ പോകുന്ന ആ റോഡാണ്, ഫുള്ള് മലയാണ് സൈഡിലൊക്കെ. അപ്പം നമ്മൾ കാറ് നിർത്തി ഒരു കാഴ്ച കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. കണ്ടില്ലേ, നല്ല കോടയും നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി നിന്നതാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് അമ്പലത്തിൻ്റെ മുന്നെത്തിയപ്പോൾ കാറിടാൻ പോലും സ്ഥലമില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പാർക്കിംഗ് സ്പേസ് ഒന്നും കിട്ടിയില്ല, ഒരുപാട് പാർക്കിംഗ് എല്ലാം ഫില്ലായിരുന്നു. അപ്പം നമ്മളൊരു വീടിൻ്റെ പുറകെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് അക്കരക്കുട്ടിയിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ കാണുന്ന കാഴ്ചകളെല്ലാം അതിമനോഹരമാണ് കേട്ടോ. ഒരു കാടിനുള്ളിലെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണിത്. അപ്പോൾ ഇത് ബാവലിപ്പുഴയാണ്, കരകവിഞ്ഞ് ഒഴുകുന്നുണ്ട്, നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പോലീസ് അപ്പുറേ നിന്ന് സിഗ്നൽ തരുന്നുണ്ട്, അവിടെ നിന്ന് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഇറങ്ങുന്ന ആളുകളെയൊക്കെ അവർ ഓടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കൊട്ടിയൂരിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇത്തവണ ബാവലിപ്പുഴയിൽ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. വെള്ളം കുറവുണ്ടെങ്കിലും നല്ല അടിയൊഴുക്കുണ്ട്. നമ്മൾ വരുന്നതിന് 2 ദിവസം മുന്നേ തന്നെ ഒഴുകിപ്പെട്ട് 2 പേരെ കാണാതെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് ഇവിടെ കർശനമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ആളുകൾ അങ്ങോട്ട് പുഴയിലോട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ ബാവലിപ്പുഴയുടെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഈ പുഴയിൽ മുങ്ങിയിട്ട് 2 കല്ലെടുത്തിട്ട് ഉരച്ച് നമ്മൾ ചന്ദനം തൊടണമെന്നാണ്. എന്നിട്ട് വേണം കൊട്ടിയൂരപ്പനെ കാണാൻ പോകണമെന്നാണ് ഐതിഹ്യം. അപ്പം നമ്മളതൊക്കെ ചെയ്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുളിക്കുന്ന സമയത്ത്. അപ്പം ഈ കാഴ്ച കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കുത്തി ഒഴുകുന്ന പുഴയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ക്യൂവിൽ വന്ന് നിൽക്കുവാണ് കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആയിരുന്നു. നമ്മളിപ്പോൾ ഏകദേശം 1.5 മണിക്കൂറായി ഈ ക്യൂവിൽ നിൽക്കുന്നു. കുറച്ച് ഇങ്ങനെ അനങ്ങുന്നതല്ലാതെ ക്യൂ വലുതായിട്ടൊന്നും നീങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തിരക്കുണ്ട്. നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുട ചൂടിയിട്ടാണ് ക്യൂവിൽ നിൽക്കുന്നത്. എന്നിട്ടും കുടയിൽ നിന്ന് വെള്ളം ഇറങ്ങി എല്ലാവരുടെ ദേഹത്തും വീഴുന്നുണ്ടായിരുന്നു. മഴ തന്നെ അതേ പ്രതീതി തന്നെയായിരുന്നു. ഇവിടെ ഈ കാണുന്ന ഈ ഓലപ്പുരയെല്ലാം താൽക്കാലികമായിട്ട് കെട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സീസൺ കഴിയുമ്പോൾ തന്നെ ഇവർ ഈ ഓല എല്ലാം കത്തിക്കും. ഈ കത്തിച്ച ഓല ഈ ബാവലിപ്പുഴയിലൂടെ ഒഴുകി 10-40 കിലോമീറ്റർ അപ്പുറമുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ തീരത്തടിയോട്ടം. അതാണ് ഇവിടുത്തെ ഐതിഹ്യം. കൊട്ടിയൂരപ്പനെ ദർശനം ചെയ്യുമ്പോൾ മഴ കൊണ്ടിട്ട്
ദർശനം ചെയ്യണമെന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ക്യൂവിൽ നിന്നപ്പോൾ തന്നെ നല്ല പോലെ മഴ നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു 3 മണിക്കൂർ ക്യൂ ഒക്കെ കഴിഞ്ഞതേ കൊട്ടിയൂരപ്പനെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ നിൽക്കുവാണ് കേട്ടോ ദർശനത്തിന്. അപ്പം നമ്മളെ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പുറം നിന്നുള്ള ആളുകളെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുവാണ്. ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീതയിൽ കൃഷ്ണവചനമുണ്ട്, വിശ്വാസിയും അവിശ്വാസിയും പാപിയും നല്ലവനും എല്ലാം എനിക്ക് ഒരുപോലാണ്. ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ്. കർമ്മമാണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധന. ചന്ദ്രചൂട ശിവ പാർവതി ദൈവം ഒരു കാവിലെ മാത്രം താമസക്കാരനല്ല, വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്രോതസ്സാണ്. ഗീതയിൽ കൃഷ്ണവചനമുണ്ട്, വിശ്വാസിയും അവിശ്വാസിയും പാപിയും നല്ലവനും എല്ലാം എനിക്ക് ഒരുപോലാണ്. ആരാധന ഉത്സവങ്ങളും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തിയത് ഗോത്ര സംസ്കാരത്തിന് ഇരുണ്ട കാലമാണ്. കർമ്മമാണ് വിശ്വാസം, കർമ്മം തന്നെയാണ് ആരാധന. പാർവതി പ്രണവം നാദമായി ഉണരും. പ്രകൃതിയും നിന്നിൽ വികൃതിയും നിന്നിൽ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ കൊട്ടിയൂർ വരണം, ഇവിടെ വന്ന് തൊഴണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അതെന്തായാലും സാധിച്ചെടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്.